ഈ നാട് സ്നേഹത്തോടെ 10ാമത് പുസ്തകത്തിൽ സാംസ്കാരികതയുടെ ഒരിക്കലും കൂടി 1 മണി കഴിയുമായി കലാപരിപാടികൾ അവസാനിക്കുമ്പോൾ ഞാനീ പറഞ്ഞത് ഇന്ന് എന്നെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ്. അങ്ങനെ പറയാൻ കാരണം ഈ കാട്ടാക്കടയിൽ വന്ന് വർത്തമാനം പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇന്ന് എൻ്റെ 29ാമത്തെ കവിതാ സമാഹാരം, പുസ്തകത്തിൻ്റെ പേര് മൗനങ്ങൾ മിണ്ടുമെന്നാരറിഞ്ഞു, മൗനങ്ങൾ മിണ്ടുമെന്നാരറിഞ്ഞു എന്ന പുസ്തകം ഇന്ന് ഔപചാരികമായിട്ട് അതിൻ്റെ പേരിടൽ കർമ്മമായിരുന്നു. പേരിടൽ കർമ്മം എന്ന് പറഞ്ഞാൽ വലിയ ചടങ്ങൊന്നുമില്ല. ഞാനെൻ്റെ എഴുത്തുമുറിയിലിരുന്നു കൊണ്ട് ആ പുസ്തകത്തിൻ്റെ കടലാസ് കെട്ടുകൾ മുഴുവൻ കൃത്യമായി ഇടയ്ക്ക് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ആദ്യത്തെ പേജിൽ ഈ പേരങ്ങോട്ട് എഴുതി, മൗനങ്ങൾ മിണ്ടുമെന്നാരറിഞ്ഞു. അത്രയേ ഉള്ളൂ ചടങ്ങ്. ആ പുസ്തകം ഇന്ന് നിയമപ്രകാരം ഔപചാരികമായി അതിൻ്റെ പണി തീർത്ത ദിവസമായതുകൊണ്ട് അന്ന് വൈകുന്നേരം ഇതുപോലെയുള്ള പ്രബുദ്ധമായ ഒരു സ്ഥലത്ത് പ്രബുദ്ധരായ ഒരു സംഘം ആളുകളുടെ മുൻപിൽ, അതും സഹോദരിമാരുടെ ഗൗരവപൂർണമായ സാന്നിധ്യം, ഇതെല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് വർത്തമാനം പറയാൻ ഒരവസരമുണ്ടായത് വളരെ സൗഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ലളിത സംഗീതത്തിലും ആൽബങ്ങൾക്കും ചലച്ചിത്ര ഗാനങ്ങൾക്കും അതിൻ്റെ ആഴമറിഞ്ഞ സംഗീതത്തിന്റെ ചിറകുകൾ നൽകിയ സംഗീത സംവിധായകൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഗാനത്തിലൂടെ പ്രവേശന ഉത്സവ ഗാനങ്ങളിലൂടെയും സുപരിചിതനായ നമ്മുടെ നാട്ടുകാരൻ, സംഗീത വഴികൾക്കൽപ്പുറം നോവുപാടങ്ങൾ, മണ്ണുമാന്തികൾ തുടങ്ങി 2 കഥാസമാഹാരങ്ങളിലൂടെ രചനാ വഴികളിലും സാന്നിധ്യം അറിയിച്ച കാട്ടാക്കട ആരഭി സംഗീത അക്കാദമിയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ വിജയ് കരുണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നത് ഉദ്ഘാടകനായ ബഹുമാന്യൻ ശ്രീ ഏഴാച്ചേരി രാമചന്ദ്രൻ സർ. ഇതിന്റെ കരുത്തും വായനയും അനുഭവങ്ങളും കൊണ്ട് കവിതയിലും നാടകത്തിലും ചലച്ചിത്ര ഗാന രചനയിലും കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭ. നിരവധി നാടകഗാനങ്ങൾ, ലളിതഗാനത്തിലും അറിയാം. ഇവരെല്ലാം നിറഞ്ഞ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചത് നിങ്ങളുടെ ഉദാരമായ മനസ്സുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ വളരെ നേരത്തെ വന്നയാളാണ്. ഏകദേശം 3.5 മണിക്കൂർ നേരം കഴിഞ്ഞപ്പോഴാണ് ഈ മൈക്കിൻ്റെ മുൻപിൽ വരാൻ കഴിഞ്ഞത് എന്നുള്ളത് ഭാഗ്യമാണ്. അതുവരെ കാത്തിരുന്നത് എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകളുടെ സംഗമം, സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. ബാലകൃഷ്ണൻ സാറിനെ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുന്നു. കയ്യടി ആവാം കേട്ടോ എല്ലാവർക്കും. ബഹുജനങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ വിജയ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി മേള നഗരിയിൽ വെച്ച് കവിയുടെ മുമ്പിൽ വെച്ച് നിർമ്മിച്ചുകൊണ്ടിരുന്ന അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനം പ്രിയകവി ഏഴാച്ചേരി നിർവഹിക്കുകയാണ്. ശില്പ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശ്രീ വിപിൻ വിജയ്ക്ക് കാട്ടാൽ പുസ്തകമേള സംഘാടക സമിതിയുടെ സ്നേഹം
യുവശില്പിക്കുള്ള നമ്മുടെ നാട്ടിലെ കലാകാരനാണ്. പ്രോത്സാഹനം ഇത് പോരാ. കാട്ടാൽ മേള 2011 കുളത്തുമ്മൽ സ്കൂളിൻ്റെ ഇട്ടാവട്ടത്ത് തുടങ്ങിയതാണ്. ഇന്ന് 2026 ഉണ്ടായൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ കാരണം കാട്ടാക്കട എന്ന ഈ കാട്ടാലിൻ്റെ ചുവട്ടിലെ ജനങ്ങൾ പ്രകടമാക്കിയ അതിലില്ലാത്ത സാംസ്കാരിക അഭിനിവേശമാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും.